കഴിഞ്ഞ 48 വർഷമായിട്ട് ഈ തലസ്ഥാനത്തുണ്ട്. നിങ്ങളെല്ലാം മുന്തിയ മാധ്യമപ്രവർത്തകരുമായിട്ട് എനിക്ക് ബന്ധമുണ്ട്. ഞാൻ മാധ്യമപ്രവർത്തകരിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരാളല്ല, മാധ്യമപ്രവർത്തകരുമായിട്ട് അടുത്തു നിൽക്കുന്ന ഒരാളാണ്. എനിക്ക് യാതൊരു വിഷമവുമില്ല മാധ്യമപ്രവർത്തകരുടെ അടുത്ത് നിൽക്കുക. അപ്പോഴും എൻ്റെ പാർട്ടിയുടെ കരുത്ത് സൂക്ഷിച്ചുകൊണ്ടാണ് ഞാൻ മാധ്യമപ്രവർത്തകരോട് അടുത്ത് നിൽക്കുന്നത്. അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ടുള്ള ഒരു സമരമായിരുന്നു പ്രീ ഡിഗ്രി വിദ്യാർത്ഥി, 1-ാം വർഷ പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയായിട്ടുള്ള ഞാൻ രാഷ്ട്രീയ രംഗത്ത് വരുന്നത് അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ടുള്ള സമരത്തിൽ പങ്കെടുത്ത് 4 മാസം ജയിൽവാസം അനുഭവിച്ചുകൊണ്ടാണ് ഞാൻ രാഷ്ട്രീയ പ്രവർത്തകൻ. ഞാൻ അന്ന് തീരുമാനിച്ചതാണ്, എനിക്കൊരു ജോലി കിട്ടിയതാണ്. ആ ജോലി ഉപേക്ഷിച്ചിട്ടാണ് ഒരു മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനാകണമെന്ന് ഞാൻ തീരുമാനിച്ചത്. അന്നു മുതൽ ഈ 48 വർഷക്കാലം ഈ പാർട്ടിയാണ് നിങ്ങളിന്ന് കരുതുന്നത് പോലെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എടുക്കേണ്ടതായിരുന്നു എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ. ആ നിലയിലേക്ക് രാഷ്ട്രീയമായി സംഘടനാപരമായും എന്നെ വളർത്തിയത് ഈ പാർട്ടിയാണ്, ഈ മഹത്തായിട്ടുള്ള പാർട്ടിയാണ്. ഞാൻ ചെറിയ പ്രായത്തിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്നു. NDPയുടെ പുഷ്കരകാലമായിരുന്നു. NDP എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് മഹാഭൂരിപക്ഷമുള്ള ഒരു പഞ്ചായത്ത് വാർഡിൽ മത്സരിച്ച് എതിരാളികൾക്ക് കെട്ടിവെച്ച കാശ് കൊടുക്കാതെയാണ് ഞാൻ ജയിച്ചത്. അത് കഴിഞ്ഞ് ജില്ലാ പഞ്ചായത്തിൽ മത്സരിച്ചപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം 25,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമുള്ള ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നു ഞാൻ. നിയമസഭയിലും മത്സരിച്ച ഘട്ടങ്ങളിലൊക്കെ തന്നെ അഭിമാനകരമായിട്ടുള്ള വിജയം എനിക്കുണ്ടായിട്ടുണ്ട്. 2 പ്രാവശ്യം ഞാൻ തോറ്റു, ഞാൻ പറയാതെ പോകുന്നില്ല, തോറ്റിട്ടുണ്ട്. തെറ്റായിട്ടുള്ള ചില തീരുമാനങ്ങളുടെയൊക്കെ ഭാഗമായിട്ടൊരിക്കൽ തോറ്റു. ഞാൻ മത്സരിച്ച സ്ഥലത്ത് തന്നെ എന്നെ മത്സരിപ്പിക്കാതെ ആറ്റിങ്ങൽ മത്സരിപ്പിച്ചപ്പോൾ ഞാൻ തോറ്റുപോയി. അത് വളരെ പ്രഗത്ഭനായിട്ടുള്ള വക്കം പുരുഷോത്തമനായിട്ട് മത്സരിച്ച് ജയിക്കാൻ എനിക്ക് സാധിക്കുമായിരുന്നില്ല. പക്ഷേ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും സ്ഥാനമാനങ്ങൾ നേടുകയും ഒക്കെ ചെയ്യുകയാണ് രാഷ്ട്രീയ പ്രവർത്തകൻ്റെ ഒരു മൗലികമായിട്ടുള്ള ധർമ്മമെന്ന് വിചാരിക്കുന്ന ഒരാളല്ല ഞാൻ. അതിനുവേണ്ടി ഞാൻ ആരുടെ പിന്നാലെയും സഞ്ചരിച്ചിട്ടില്ല. പാർട്ടി കാലാകാലങ്ങളിൽ ലഭിക്കുന്ന ഉത്തരവാദിത്വം നിറഞ്ഞ സത്യസന്ധതയോടും ത്യാഗമനോഭാവത്തോടും കൂടി നിർവഹിക്കുക എന്ന രാഷ്ട്രീയ ദൗത്യം കഴിഞ്ഞ 48 വർഷക്കാലം കൃത്യമായിട്ട് നിർവഹിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ പക്ഷം. ഇവിടെ നടന്ന മഹാസമരങ്ങളുണ്ട്, നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്കറിയില്ല, നിങ്ങൾ പലരും വന്ന് 75-ൽ ജനിച്ചവർ ഈ കൂട്ടത്തിൽ ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കാൻ ജനിച്ച ഒരു കുഞ്ഞും നിങ്ങൾ ഈ കൂട്ടത്തിലില്ല. അത് കഴിഞ്ഞ് 80-ന് ശേഷം വന്നവരായിരിക്കും നിങ്ങൾ എല്ലാവരും. ഞാൻ ഇവിടെ നടത്തിയ നിങ്ങൾക്കറിയോ, ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് 32 മണിക്കൂർ നീണ്ടു നിന്ന ഐതിഹാസിക സമരം നടത്തി. ആ സമരത്തിന് സഖാവ് പിണറായി വിജയനോടൊപ്പം അദ്ദേഹത്തോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ച ആളാണ്. 1.5 ലക്ഷം വളണ്ടിയർമാർ സെക്രട്ടേറിയറ്റ് വളഞ്ഞു വെച്ച എന്തും സംഭവിക്കുമായിരുന്ന ഒരു വലിയ നിർണായക സമരം. ആ സമരത്തിന് നേതൃത്വം കൊടുത്തതും ആ സമരത്തിൻ്റെ സംഘാടനവും എനിക്ക് തന്നെയായിരുന്നു. ഞാൻ ഏതെങ്കിലും ഒരു സ്ഥാനം എനിക്ക് വേണം, എന്നെ MLA ആക്കണം, എന്നെ നിങ്ങൾ മന്ത്രിയാക്കണം, എന്നെ പാർട്ടിയുടെ ഇന്ന പൊസിഷനിലേക്ക് കൊണ്ടുവരണം എന്നൊന്നും പറഞ്ഞ് നടക്കുന്ന ഒരാളോ അതിനു വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരാളോ അല്ല. ഞാൻ ഒരിക്കലും അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല, ഇപ്പോഴും ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. പാർട്ടി ഏൽപ്പിക്കുന്നതായിട്ടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുക. സംസ്ഥാന കമ്മിറ്റി അംഗം എന്ന് പറയുന്നത് വലിയൊരു സ്ഥാനമാണ് എൻ്റെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. അത് വളരെ ഫലപ്രദമായിട്ട് നിർവഹിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാലോ, തിരുവനന്തപുരത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ എൻ്റെ സാന്നിധ്യം എങ്ങനെയാണെന്ന് മാധ്യമപ്രവർത്തകരായിട്ടുള്ള നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലേ? ആ വിജയത്തിൻ്റെ പിന്നിലെല്ലാം എൻ്റെ ഒരു പ്രവർത്തനം നിങ്ങൾ കാണുന്നില്ലേ? അതെല്ലാം എൻ്റെ രാഷ്ട്രീയ ഉത്തരവാദിത്വം എന്നുള്ള നിലയിലാണ് അതെല്ലാം തന്നെ ഞാൻ നിർവഹിച്ചു പോരുന്നത്.